പോർഷൻ റോൾ ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമായ രണ്ട് മേജർ ഫാക്ടേഴ്സാണ് ഫാമിലി ആൻഡ് സൊസൈറ്റി. ഈ രണ്ട് ഫാക്ടേഴ്സിന് ആശ്രയിച്ചായിരിക്കും ഒരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാകുന്നത്. ഇതിൽ ഫാമിലി എന്ന് പറയുന്ന ഫാക്ടർ ഒരു എൻ്റർപ്രൈസിനെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണറിനെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ സൊസൈറ്റിയും ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ എൻ്റർപ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് ഒരു ബിസിനസ് സക്സസിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു. അതേസമയം ഫാമിലി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത് നെഗറ്റീവായിട്ടാകാം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാകാം. എങ്ങനെയായാലും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഒരു ബിസിനസ് ഫാമിലിയിലാണ് ഒരു വ്യക്തി ഉള്ളത് എങ്കിൽ അയാൾക്ക് ഒരു എൻ്റർപ്രൈസ് ആരംഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ് ഇൻഫോർമൽ ലേണിംഗ് ആൻഡ് അപ്രന്റീസ്ഷിപ്പ്. അതായത് ഒരു ഫാമിലി ബിസിനസ് ഉണ്ട് എങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ഇൻഫോർമൽ ബിസിനസ് ലേണിംഗ് ആ ഫാമിലി ബിസിനസ്സിൽ നിന്ന് കിട്ടും. അതായത് അവർക്കൊരു ചെറിയ എക്സ്പീരിയൻസ് പോലെ അവരുടെ ഫാമിലി ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെറിയൊരു എക്സ്പീരിയൻസ് ആ ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും അതുവഴി അയാളുടെ സംരംഭം സ്വന്തമായി തുടങ്ങുന്നതിനും അത് ഡെവലപ്പ് ചെയ്യുന്നതിനുമുള്ള ഒരു ട്രെയിനിങ് അവർക്ക് ഫാമിലി ബിസിനസ്സിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ കിട്ടുന്നു. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഫാമിലിയിലുള്ള ഒരാൾക്ക് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ കിട്ടാനുള്ള ചാൻസ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. കാരണം അവരൊരു ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിലുള്ള റിസ്ക്കും അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡും ആ ഒരു ഫാമിലിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ കിട്ടാൻ ചാൻസ് ഒരു ബിസിനസ് ഫാമിലിയിലുള്ള വ്യക്തിക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഒരു ഫാമിലി ബിസിനസ് ഉള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് ആവശ്യമുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ഏതാണെന്നും അവരെ എങ്ങനെ ഡീല് ചെയ്യുന്നു, ഒരു കസ്റ്റമർ റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് റിസ്ക് ബെയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു ഇൻഫോർമൽ ലേണിംഗ് ഒരു ബിസിനസ് ഫാമിലിയിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഫാമിലിക്ക് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൽ ഒരു പ്രധാന റോള് ഉണ്ട് എന്ന്. രണ്ട് ഫാക്ടറാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലുള്ളത്, ഫാമിലി ആൻഡ് സൊസൈറ്റി. ഇനി എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് improving the skills and knowledge of entrepreneurs through motivational and training programs or classroom sessions specially designed for the purpose. അതായത് മോട്ടിവേഷണൽ പ്രോഗ്രാംസിലൂടെ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ എൻ്റർപ്രണേഴ്സിൻ്റെ സ്കിൽസ് അല്ലെങ്കിൽ നോളജ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. എൻ്റർപ്രണേഴ്സിന് വേരിയസ് ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലാസ് റൂം സെഷൻസോ അറേഞ്ച് ചെയ്തുകൊണ്ട് എൻ്റർപ്രണേഴ്സിൻ്റെ നോളജ് അല്ലെങ്കിൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് 3 ഫേസാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനീഷ്യൽ ഫേസ്, ഡെവലപ്മെൻറ്റ് ഫേസ്, സപ്പോർട്ട് ഫേസ്. ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് എൻ്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് അവയർനെസ് കൊടുക്കുന്ന സ്റ്റെപ്പാണ് ഇനിഷ്യൽ ഫേസിൽ നടക്കുന്നത്.
അതായത് സർവേസിലൂടെ അല്ലെങ്കിൽ റിസർച്ചസിലൂടെ ഏതൊക്കെ ഫീൽഡിലാണ് എൻട്രപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് ഉള്ള അവയർനെസ് ഒരു പ്രോസ്പെക്റ്റീവ് എൻട്രപ്രണേഴ്സിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഇനീഷ്യൽ ഫേസിൽ നടക്കുന്ന പ്രോസസ്സ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പായ ഡെവലപ്മെൻറ്റ് ഫേസിൽ നടക്കുന്നത് മോട്ടിവേറ്റഡ് എൻട്രപ്രണേഴ്സ്, അതായത് ഒരു പർട്ടിക്കുലർ ഫീൽഡ് ചൂസ് ചെയ്ത എൻട്രപ്രണേഴ്സിന് ആ പർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ചുള്ള അവയർനെസ്സും അതിനെക്കുറിച്ച് ട്രെയിനിങ്ങും അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഫേസാണ് ഡെവലപ്മെൻറ്റ് ഫേസ്. ഇതിൽ എൻട്രപ്രണേഴ്സിന് ഒരു ഫീൽഡ് ചൂസ് ചെയ്ത എൻട്രപ്രണേഴ്സിനായിരിക്കും അവിടെ ട്രെയിനിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുന്നത്. ദെൻ അടുത്തത് സപ്പോർട്ട് ഫേസ്. സപ്പോർട്ട് ഫേസിൽ കൊടുക്കുന്നത് എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് എൻ്റർപ്രൈസസിനാണ്. അതായത് ഒരു വ്യക്തി ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് അതിൽ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേസാണ് സപ്പോർട്ട് ഫേസ് എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ 3 ഫേസാണ് എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് ഉള്ളത്. ഇനീഷ്യൽ ഫേസ്, ഡെവലപ്മെൻറ്റ് ഫേസ്, സപ്പോർട്ട് ഫേസ്. ഇനീഷ്യൽ ഫേസിൽ ഏതൊക്കെ ഏരിയാസിലാണ് എൻട്രപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് അവയർനെസ് കൊടുക്കുന്ന ഫേസാണ് ഇനീഷ്യൽ ഫേസ്. ഡെവലപ്മെൻറ്റ് ഫേസിൽ ഒരു ചോസൺ ഫീൽഡ്, ഒരു എൻട്രപ്രണർ ചൂസ് ചെയ്ത ഫീൽഡിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനാണ് ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. സപ്പോർട്ട് ഫേസിൽ എസ്റ്റാബ്ലിഷ്ഡ് എൻ്റർപ്രൈസിന് കൊടുക്കുന്ന സപ്പോർട്ട് ഫെസിലിറ്റീസാണ് സപ്പോർട്ട് ഫേസിൽ ചെയ്യുന്നത്. ഇങ്ങനെ 3 ഫേസാണ് എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് ഉള്ളത്. നെക്സ്റ്റ്, എൻട്രപ്രണറിയൽ ട്രെയിനിങ്. Entrepreneurial training refers to any action or activity or coaching to inject confidence and positive attitude among the participating entrepreneurs towards the business. അതായത് ഒരു ബിസിനസ്സിലെ റിസ്കുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏത് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ഷനെ എൻട്രപ്രണറിയൽ ട്രെയിനിങ് എന്ന് പറയുന്നു. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എൻട്രപ്രണേഴ്സിനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻട്രപ്രണറിയൽ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. ഇതുവഴി എന്താണ്? എൻട്രപ്രണേഴ്സിന് റിസ്ക് ബെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അൺഫോർസീൻ റിസ്ക് വരുവാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യുന്നതിനുള്ള കോൺഫിഡൻസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അവരുടെ ടാർഗറ്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുക, അവരുടെ വിഷൻ ബ്രോഡായിട്ട് സെറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസ് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ഗുഡ് ടീമിനെ ബിൽഡപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുക, ദെൻ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ബിസിനസ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷനിലും ഗുഡ് ബിസിനസ് ഡിസിഷൻ എടുക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുക അല്ലെങ്കിൽ അതിന് വേണ്ട അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു എൻട്രപ്രണറിയൽ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം. അപ്പം ഇങ്ങനെ കൊടുക്കുന്നത് വഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? സക്സസ്ഫുള്ളായിട്ട് ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകാനും അതുവഴി എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും ആണ് ഉദ്ദേശിക്കുന്നത്. എൻട്രപ്രണറിയൽ ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു എൻട്രപ്രണറിയൽ ട്രെയിനിങ് കിട്ടുന്നത് വഴി ഒരു എൻട്രപ്രണർക്ക് അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, അവരുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഒരു ബിസിനസ്സിലെ എംപ്ലോയീസിൻ്റെ മൊറേൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഒരു ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് നമുക്കറിയാം ട്രെയിൻഡ് എംപ്ലോയീസിന് മറ്റുള്ള എംപ്ലോയീസിനെ അപേക്ഷിച്ച് സൂപ്പർവിഷൻ കുറവ് മതി. കാരണം അവർ ഓൾറെഡി ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വേസ്റ്റേജ് അല്ലെങ്കിൽ ഡിഫോൾട്ടുകൾ കുറവായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സൂപ്പർവിഷൻ കുറവ് മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും, സൂപ്പർവിഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ
ചേഞ്ചസിനനുസരിച്ച് ട്രെയിനിങ് കിട്ടുന്ന എംപ്ലോയീസിന് അത് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. എൻ്റർപ്രണർഷിപ്പ് ട്രെയിനിങ് കാരണം ലേബർ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ആബ്സെൻറ്റീസും റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് എൻ്റർപ്രണറിയൽ ട്രെയിനിങ് കൊണ്ട് ഉണ്ടാകും. അപ്പോൾ എൻ്റർപ്രണറിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർപ്രണറിനെ അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിനും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ഷനെയാണ് എൻ്റർപ്രണറിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതുവഴി ഒരു എൻ്റർപ്രണർക്ക് അൺഫോർസീൻ റിസ്ക് ഫേസ് ചെയ്യുന്നതിന് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ വിഷൻ ബ്രോഡപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള പല ബെനിഫിറ്റ്സും ഇതുവഴി ഉണ്ടാകുന്നു. നെക്സ്റ്റ്, Entrepreneurship Development Programs. Entrepreneurial Development Program means a carefully designed program intended to help an entrepreneurial aspirant to acquire entrepreneurial qualities such as motivation for accomplishment, skills and competencies necessary for playing his entrepreneurial role effectively. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എൻ്റർപ്രണറിയൽ ആസ്പിരൻറ്റിനുള്ള ഒരു ഡിസൈൻഡ് പ്രോഗ്രാമാണ്. അതായത് ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും അവർക്ക് സക്സസ്ഫുള്ളായിട്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സ്കിൽസ് അല്ലെങ്കിൽ കോമ്പിറ്റൻസീസ് അച്ചീവ് ചെയ്യുന്നതിനുള്ള ഒരു ഡിസൈൻഡ് പ്രോഗ്രാമാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് അറിയപ്പെടുന്നത്. ഇത് കൊടുക്കുന്നത് വഴി ഒരു വ്യക്തിക്ക് അയാളുടെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റർപ്രണറിയൽ റോൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. അതിനെ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എൻ്റർപ്രണറിയൽ ആസ്പിരൻറ്റിനെ ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആക്കാനുള്ള ഡിസൈൻഡ് പ്രോഗ്രാമാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതുവഴി ഒരു എൻ്റർപ്രണറിയൽ ആസ്പിരൻറ്റിന് ഒരു എൻ്റർപ്രണർഷിപ്പ് തുടങ്ങാനുള്ള മോട്ടിവേഷൻ കൊടുക്കുകയും അവരുടെ എൻ്റർപ്രണറിയൽ ട്രേറ്റ്സ്, മാനേജീരിയൽ സ്കില്ല് ഇതുപോലെയുള്ള ട്രേറ്റ്സിനെ ഡെവലപ്പ് ചെയ്യുകയും അതുവഴി അവർക്ക് ഒരു അൺഫോർസീൻ റിസ്ക് വന്നാലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലൊരു പ്രതിസന്ധി ഘട്ടങ്ങളോ അവർക്കൊരു ഗുഡ് ഡിസിഷൻ എടുക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുകയും ഒക്കെയാണ് ഒരു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൊടുത്തുകൊണ്ട് എന്താണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതുവഴി എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് അതായത് ബിസിനസ് സെക്ടർ രാജ്യത്തിൻ്റെ ഡെവലപ്പ് ചെയ്യുകയും അതുവഴി അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി എലിമിനേറ്റ് ചെയ്യുക, ബാലൻസ്ഡ് റീജിയൻ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുക, അതുപോലെ തന്നെ ലോക്കൽ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓവറോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് തന്നെയാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്. ഇങ്ങനെ എൻ്റർപ്രണറിയൽ ആസ്പിരൻറ്റിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് സെക്ടർ ഇംപ്രൂവ് ചെയ്യുകയും അതുവഴി എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റുമാണ് എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഇതിലും 3 ഫേസാണ് EDP-യിലും ഉള്ളത്. എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം EDP-യിൽ 3 ഫേസാണ് ഉള്ളത്. ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ പ്രീ ട്രെയിനിങ് ഫേസ്, ദെൻ അടുത്തത് ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫേസ്, ദെൻ പോസ്റ്റ് ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ഫേസ്. ഇങ്ങനെ 3 ഫേസാണ് EDP-യിൽ ഉള്ളത്. നമ്മൾ പറഞ്ഞു എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ആണ്. ഇപ്പോൾ ട്രെയിനിങ്ങിന് 3 ഫേസാണുള്ളത്. ട്രെയിനിങ്ങിന് മുമ്പുള്ള ഫേസ്, പ്രീ ട്രെയിനിങ് ഫേസ്, ദെൻ ട്രെയിനിങ് നടക്കുന്ന ഫേസ്, ദെൻ
ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫോളോ അപ്പ് ഫേസ്. ഇങ്ങനെ 3 ഫേസാണ് ഉള്ളത്. പ്രീ ട്രെയിനിങ് ഫേസ്, അതായത് ട്രെയിനിങ്ങിന് മുമ്പുള്ള ഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാം, അതായത് ഒരു പ്രോഗ്രാം ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ട സ്യൂട്ടബിൾ സിലബസ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ട്രെയിനീസ് അല്ലെങ്കിൽ ആ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക, അതിനെ ട്രെയിനീസിനെ ഏർപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ദെൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷൻ. ദെൻ സെലക്ഷൻ ഓഫ് ട്രെയിനീസിൻ്റെ ഫോർമുലേഷൻ, അവർ ഏതൊക്കെ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷനിലേക്ക് കൈകാര്യം ചെയ്യാൻ ആരെയൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രീ ട്രെയിനിങ് ഫേസിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ്. അതുപോലെ തന്നെ സെലക്ഷൻ കമ്മിറ്റിയെ ഫോം ചെയ്യുക. ദെൻ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഡ്വർടൈസിങ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ട്രെയിനീസിന് വേണ്ട ആപ്ലിക്കേഷൻ ഫോം. ദെൻ ട്രെയിനിങ് ഫെസിലിറ്റീസിൻ്റെ റിവ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രീ ട്രെയിനിങ് ഫേസിൽ നടക്കുന്നത്. അതായത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെ കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രീ ട്രെയിനിങ് ഫേസിൽ നടക്കുന്നത്. ദെൻ അടുത്ത ഫേസ് ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫേസ്. ഇതിലാണ് ആക്ച്വലി ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് സെക്കൻഡ് ഫേസിലാണ്. പ്രോഗ്രാം എന്നുള്ളത് കണ്ടക്ട് ചെയ്യുന്ന ഫേസാണ് ട്രെയിനിങ് ഫേസ്. ഇതിനകത്താണ് ആക്ച്വലി ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഫേസിൽ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്ന ഫേസ് മാത്രമാണ് ഇനിഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ട്രെയിനിങ് കൊടുക്കുന്ന ഫേസ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. ഇതിലാണ് ട്രെയിനീസ് അല്ലെങ്കിൽ എൻ്റർപ്രണറിയൽ ആസ്പിരൻസിന് വേണ്ട മോട്ടിവേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുക, അവർക്ക് അതിന് വേണ്ട സേഫ് ഗാർഡ്സ് അല്ലെങ്കിൽ എൻ്റർപ്രണറിയൽ ആസ്പിരൻസിന് വേണ്ട ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഫേസായ ഡെവലപ്മെൻറ്റ് ഫേസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഫേസിലായിരിക്കും നടക്കുന്നത്. ഇതിന് അടുത്തതെന്ന് പറയുന്നത് ഫോളോ അപ്പ് ഫേസ്. ഫോളോ അപ്പ് ഫേസിലാണ് ഈ ഒരു ട്രെയിനിങ് അതിൻ്റെ ഒബ്ജക്റ്റീവ് റിയലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഫേസാണ് പോസ്റ്റ് ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ഫേസ്. അതായത് എന്താണോ ആ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം അത് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്ന ഫേസാണ് ഫോളോ അപ്പ് ഫേസ്. ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഡ്രോബാക്സ് അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഫേസും ഫോളോ അപ്പ് ഫേസാണ്. ഇങ്ങനെ 3 ഫേസ് അടങ്ങിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് PDP എന്ന് പറയുന്നത്.